രണ്ടാമത്തെ സ്റ്റേറ്റ് എംപ്ലോയീസ് രണ്ടാമത്തെ സംഘടനയാണ്. 41ാമത്തെ സംസ്ഥാന സമ്മേളനം കോട്ടയത്ത് വെച്ചാണ് നടക്കുന്നത്. മാമൻ വർത്താറാളിൽ വെച്ച് ബഹുമാന്യരായ മുസ്ലിം ലീഗിന്റെ എല്ലാ സ്റ്റേറ്റ് നേതാക്കളും എത്തുന്നതാണ്. ശനി ഞായർ, വെള്ളി ശനി ഞായർ എന്ന 3 ദിവസങ്ങളിൽ എല്ലാ വലിയ നേതാക്കളും എത്തുന്നത്. എംപ്ലോയീസ് ആദ്യമായിട്ടാണ് കോട്ടയത്ത് ഒരു സംസ്ഥാന സമ്മേളനം നടത്തുന്നത്. ഈ ഒരു സംസ്ഥാന സമ്മേളനം നടക്കുന്നതിൻ്റെ ഞങ്ങളുടെ ഒരു പ്രമേയമായി ഉൾക്കൊള്ളിച്ചത് തളരുന്ന സിവിൽ സർവീസ്, തകരുന്ന കേരളം എന്നൊരു പ്രമേയമാണ് ഈ സമ്മേളന പ്രമേയമായി ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. 21, 22, 23 വെള്ളി ശനി ഞായർ ദിവസങ്ങളിലായിട്ടാണ് മാമൻ മാപ്പിള ഹാളിലെ സമ്മേളനം നടക്കുന്നത്. കേരളത്തിലെ നിലവിലുള്ള സിവിൽ സർവീസ് മേഖലയുടെ സാഹചര്യങ്ങളെ കുറിച്ച് എല്ലാവർക്കും ബോധ്യമുണ്ടാവും. കഴിഞ്ഞ UDF ഗവൺമെന്റിന്റെ കാലത്ത് 10ാം ശമ്പള പരിഷ്കരണം ഉൾപ്പെടെ നടപ്പിലാക്കിയ 2 ശമ്പള പരിഷ്കരണം 9, 10 ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയ ഒരു ഗവൺമെന്റ് ആയിരുന്നു ഉമ്മൻചാണ്ടി സാറിന്റെ ഗവൺമെന്റ്. ജീവനക്കാർക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ നൽകിയ, കേരളത്തിലെ യുവജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന തരത്തിൽ ഏതാണ്ട് 1.5 ലക്ഷത്തോളം നിയമനങ്ങൾ പുതുതായി നടത്തി 1 ലക്ഷത്തോളം പുതിയ തസ്തികകൾ സൃഷ്ടിച്ചൊരു ഗവൺമെന്റ് ആയിരുന്നു. എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ധാരാളം പുതിയ തസ്തികകൾ വന്നു. ജനങ്ങൾക്ക് ഏറെ പ്രയോജനകരമായ ഒരുപാട് തസ്തികകൾ സൃഷ്ടിക്കപ്പെട്ടു. പഞ്ചായത്തിലെ വില്ലേജിലൊക്കെ ധാരാളം പുതിയ തസ്തികകൾ വന്നു. അപ്പോൾ അതെല്ലാം ജീവനക്കാർക്കേക്കാൾ ഉപരി ജനങ്ങൾക്കാണ് അത് ഉപകാരപ്പെട്ടിരുന്നത്. ആ രൂപത്തിൽ സർവീസ് മേഖലയെ വളരെ സുരക്ഷിതമായി കൊണ്ടുപോയിരുന്ന ഒരു ഗവൺമെന്റ് മാറിയിട്ടാണ് 2016 കേരളത്തിലെ LDF സർക്കാർ അധികാരത്തിലേക്ക് വന്നത്. പക്ഷെ അതിനെ പൂർണ്ണമായും തകിടം മറിക്കുന്ന ഒരു സമീപനമാണ് കഴിഞ്ഞ 8 വർഷക്കാലമായി ഈ തുടർ ഗവൺമെന്റിന്റെ കാലത്തുൾപ്പെടെ നമ്മൾ കേരളത്തിലെ സർവീസ് മേഖലയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നിനു പുറകെ ഒന്നായി പുതുതായി ഒരു ആനുകൂല്യങ്ങൾ നൽകുന്നില്ല എന്ന് മാത്രമല്ല, ഉണ്ടായിരുന്ന പല ആനുകൂല്യങ്ങളും പൂർണ്ണമായും നിഷേധിക്കുന്ന സമീപനമാണ് സർക്കാർ ഈ ഒരു കാലഘട്ടത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. ഉപനേതാവ് CPK കുഞ്ഞാലിക്കുട്ടി സാർ അദ്ദേഹം ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമ്പോൾ നമ്മുടെ കോട്ടയത്തിന്റെ MP പ്രിയപ്പെട്ട ശ്രീ ഫ്രാൻസിസ് ജോർജ് അവർ, അതുപോലെ തന്നെ MLA തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അതുപോലെ മോൻസ് ജോസഫ് MLA, ആബിദ് ഹുസൈൻ തങ്ങൾ MLA തുടങ്ങി STയുടെ നാഷണൽ പ്രസിഡന്റ് അഹമ്മദ് കുട്ടി ഉണ്ണിക്കൾ ഉൾപ്പെടെ, അതുപോലെ ഈ പാർട്ടികളുടെ വിവിധ നേതാക്കൾ ഉൾപ്പെടെ എല്ലാം അന്നത്തെ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതിനുശേഷം കഴിഞ്ഞ കാലങ്ങളിൽ സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാനത്ത് നേതൃത്വം നൽകിയ പഴയകാല നേതാക്കളുടെ ഒരു കൂട്ടായ്മയാണ് തലമുറ സംഗമം എന്ന പേരിൽ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. അത് നജീബ് കാന്തപുരം MLA ആണ് വെള്ളിയാഴ്ച മാമൻ മാപ്പിള ഹാളിൽ അത് ഉദ്ഘാടനം ചെയ്യുക. അതിനുശേഷം അന്നത്തെ പ്രോഗ്രാമുകൾ നമ്മൾ അവസാനിക്കുകയും തൊട്ടടുത്ത ദിവസം ശനിയാഴ്ച ഈ സമ്മേളനത്തിലെ ഏറ്റവും സുപ്രധാനമായ സെഷനുകളൊക്കെ വരുന്നത് ശനിയാഴ്ചയാണ്. ആദ്യത്തെ സെഷനിൽ നമ്മൾ ഈ സമ്മേളന പ്രമേയം തളരുന്ന സിവിൽ സർവീസ്, തകരുന്ന കേരളം എന്ന പ്രമേയം വെച്ചുള്ള ഒരു സെമിനാർ നടത്തുന്നുണ്ട്. ആ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രഗത്ഭനായ പ്രഭാഷകൻ കൂടിയ അഡ്വക്കേറ്റ് NK പ്രേമേന്ദ്രൻ MP ആണ്. അവിടെ സംസാരിക്കുന്നത് യൂത്ത് ലീഗിന്റെ നാഷണൽ വൈസ് പ്രസിഡന്റ് ഷിബു മീന, സേവ് യൂണിവേഴ്സിറ്റി ഫോറത്തിന്റെ RS ശശികുമാർ, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി തുടങ്ങിയവർ ആ സെമിനാറിൽ ആ വിഷയത്തിൽ അവിടെയാണ് സംസാരിക്കുന്നത്. അതിനുശേഷം 11:30 പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭ സാമാജികൻ കൂടിയായ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട VD സതീശനാണ്. അദ്ദേഹമാണ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. അതിൽ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം, അതേപോലെ തന്നെ ഇപ്പോൾ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ MP, അതേപോലെ PK ബഷീർ MLA, മാണി സി കാപ്പൻ MLA, യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ്, അതുപോലെ MSFന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് PK നവാസ് തുടങ്ങി വളരെ കുറഞ്ഞ തുച്ഛമായ ആളുകളാണ് ഈ ലെവലിലേക്ക് വരുന്നത്. ഇപ്പൊ പ്രത്യേകിച്ച് പുതുതലമുറ ഇല്ല എന്ന് തന്നെ പറയാം. മുൻകാലങ്ങളിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ്, എക്സൈസ്, ഫോഴ്സിലൊക്കെ എന്ത് കാര്യം നടത്തണമെങ്കിലും കൈക്കൂലി കൊടുക്കണമായിരുന്നു. ഇന്ന് നിങ്ങൾ ഏതൊരു പോലീസ് സ്റ്റേഷനിൽ പോയി നോക്കി, ആളുകൾ പൈസ കൊടുത്താൽ പോലും വാങ്ങിക്കില്ല. ആളുകൾ അല്ല, താലൂക്ക് ഓഫീസുകളിൽ പോയി നോക്കി വാങ്ങിക്കില്ല, വില്ലേജ് ഓഫീസുകളിൽ പോയി നോക്കി വാങ്ങിക്കില്ല. അപൂർവം ആളുകൾ, അത് എല്ലായിടത്തും ഉണ്ടാവുമല്ലോ, പുഴുക്കുത്തുകൾ എല്ലായിടത്തും ഉണ്ടാവും. സർക്കാർ തീരുമാനിച്ചാൽ 100% ഞങ്ങൾ സ്വാഗതം ചെയ്യും. ഞങ്ങളുടെ ആഗ്രഹം അത് തന്നെയാണ്, 60 വയസ്സിലേക്ക് പെൻഷൻ പ്രായം ഉയർത്തണമെന്ന്. കാരണം 55 വയസ്സിൽ ഇദ്ദേഹം റിട്ടയർ ചെയ്യുകയാണ്, 56 വയസ്സിൽ ഇദ്ദേഹം തഹസിൽദാരാണ്. ഇദ്ദേഹം എന്ത് ജോലിയും ചെയ്യാൻ ഏബിളാണ് ഇപ്പൊ ഈ പ്രായത്തിൽ. ഇപ്പൊ 56 എന്ന് പറയുന്നത് ഒരു പ്രായമല്ല, ചെറുപ്പമാണ്.